കോഴിക്കോട് പശുക്കടവിലെ ബോബി എന്ന സ്ത്രീയും അവരുടെ വളർത്തു മൃഗവും കൊല്ലപ്പെട്ടത് വൈദ്യുതി കെണിയിൽ നിന്ന് ഷോക്കേറ്റാണ്. പിടിയിലായ 3 പ്രതികളും അധികം വൈകാതെ ജാമ്യത്തിലും ഇറങ്ങി. പക്ഷേ നിയമവിരുദ്ധ വൈദ്യുതി കെണികൾ ഒരുക്കുന്നവർ ഇപ്പോഴും സജീവമാണ്. കോഴിക്കോട് പശുക്കടവിലെ കുരുടൻകടവ് പാലമാണിത്. ഈ പാലത്തിന് താഴെ നിറയെ പാറക്കൂട്ടങ്ങളാണ്. രാത്രി 10 മണിക്ക് ശേഷം നിറയെ പന്നിക്കൂട്ടങ്ങൾ ഇവിടെ എത്തും. ചിലത് പലയിടങ്ങളിലേക്ക് പോയി കൃഷി നശിപ്പിക്കും. എന്നാൽ ഈ പന്നിക്കൂട്ടങ്ങൾക്കു നേരെ കെണിയൊരുക്കുന്ന അനേകം ആളുകളുണ്ട്. പന്നിക്കൂട്ടം ചിലപ്പോൾ തൊട്ടടുത്ത വീടുകളുടെ മുൻപിലെത്തും. പറമ്പിലൊരുക്കിയ കൃഷികളെല്ലാം നശിപ്പിക്കും. ഒരുപാട് കാലമായി പശുക്കടവിലെ കർഷകർ ഈ പ്രതിസന്ധി അനുഭവിക്കുന്നുണ്ട്. ഈ കാണുന്നെല്ലാം കൃഷിഭൂമികളാണ്. അധികം ഒരു ചേനയോ കപ്പയോ അങ്ങനെയുള്ള ഒരു സാധനം ഈ പരിസരത്തിൽ ആർക്കും കിട്ടില്ല. നമ്മളൊരു ചാക്കിലൊരു കപ്പ വെച്ചാൽ പോലും കിട്ടാൻ പറ്റാത്ത അവസ്ഥയുള്ളത് ഇവിടുന്ന് ഇങ്ങോട്ടുള്ളത്. ഇതൊരു 1-2 മണിക്കൂറിന് കഴിഞ്ഞാൽ ഇതൊരു അത്യാവശ്യം ഒരു 10-50 എണ്ണം ഒന്നിച്ച് കൂട്ടമായിട്ട് ഈ റോട്ടിലേക്ക് കയറി വരുന്ന പല യാത്രക്കാരും കാണുന്നത്, കാൽനട യാത്രക്കാരും വണ്ടിക്കാരൊക്കെ കാണുന്നൊരു കാഴ്ചയാണ്. വൈദ്യുതി കെണി നിയമവിരുദ്ധമാണ്. പന്നിക്കൊരുക്കുന്ന കെണിയിൽ പലപ്പോഴും മനുഷ്യർ കുരുങ്ങുന്നു, മരിക്കുന്നു. അങ്ങനെയാണ് കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ പശുക്കടവിലെ ബോബി എന്ന സ്ത്രീയും അവരുടെ വളർത്തുമൃഗമായ പശുവും മരിച്ചത്. പശുക്കടവിലെ കോങ്ങാട് മലയിൽ തൻ്റെ വളർത്തുമൃഗമായ പശുവിനെ തിരക്കി പോയതായിരുന്നു വീട്ടമ്മയായിരുന്ന ബോബി. വീടിനടുത്തുള്ള ആ സ്ഥലത്താണ് പശുവിനെയും ബോബിയെയും ജീവനറ്റ നിലയിൽ കണ്ടെത്തിയത്. ഇത് പതിവാണ്. ഏകദേശം ഒരു 10-40 നായനോളം നമ്മൾ ഈ പ്രദേശത്ത് തന്നെ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. ഒരുപാട് ഉണ്ട്. അതിനെ നമ്മൾ ശക്തമായി എതിർത്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. ഇപ്പം പന്നികളെ കൊല്ലാന്നുള്ളൊരു നിയമം ഉണ്ടല്ലോ, അത് അതിൻ്റെ രീതിയിൽ ചെയ്യുന്നതിന് കൊണ്ട് കുഴപ്പമില്ല. ഇങ്ങനെ മറ്റുള്ള മൃഗങ്ങളെ ഉപദ്രവിക്കുന്നതിന് വല്ലാത്ത പ്രയാസമുണ്ട്. മൃതദേഹം കണ്ടെത്തിയ സ്ഥലത്ത് നിന്നും 15 മീറ്റർ മാറി ഒരു ഇലക്ട്രിക് പോസ്റ്റ് ഉണ്ട്. ആ പോസ്റ്റിൽ നിന്ന് കമ്പി കെട്ടിയിറക്കിയാണ് കീഴമാനിനെ പിടിക്കാൻ വൈദ്യുതി കെണിയൊരുക്കിയത്. അതിൽ തട്ടിയാണ് മരണം. ഉണ്ട്. പന്നികളെ പിടിക്കാൻ കെണിവെക്കുന്ന ആൾക്കാർ പശുക്കടവ് മാത്രമല്ല എല്ലാ ഭാഗത്തുണ്ട്. അവർ ഉപയോഗിക്കുന്ന വെച്ചാൽ കേബിളാണ്. ഈ ഓട്ടോറിക്ഷൻ്റെ ബ്രേക്ക് കേബിൾ പോലത്തെ കേബിൾ ഉപയോഗിക്കും. അതിൽ കൂടുതലും ഈ പന്നികളല്ല കൊടുക്കുന്നത് കൂടുതലും നായ്ക്കളാണ്. കെണിയൊരുക്കിയ ദിലീപിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. പശുവിന്റെയും ബോബിയുടെയും ജീവൻ പോയെന്ന് കണ്ടപ്പോൾ ദിലീപ് കെണി ആരും കാണാതെ അവിടെ നിന്ന് മാറ്റിയിരുന്നു. ദിലീപിന് പിന്നാലെ കെണിയൊരുക്കുന്നതിൽ ഉൾപ്പെട്ട ജിൻസും നിബിൻ വർഗീസും പിടിയിലായി. അതിനുശേഷം കുറച്ച് എല്ലാവരും പേടിച്ചിട്ട് പിന്നെ ഇപ്പോൾ ആരും അങ്ങനെ ചെയ്യലുമില്ല. പേടി വന്നല്ലോ, ഒരു സമൂഹത്തിന് മുമ്പിൽ ജീവൻ പോയതുകൊണ്ട് ആ ഒരു പേടി വന്നല്ലോ. അവരും അറിഞ്ഞു ചെയ്തെന്നില്ലെങ്കിലും സംഭവിച്ചില്ല അവരുടെ അടുത്തും. അപ്പോൾ അതിൻ്റെ ഒരു ബേജാറുള്ളതുകൊണ്ട് പിന്നെ ആരും അങ്ങനെ ആ ഒരു പ്രശ്നത്തിൽ നിൽക്കില്ല. കൃഷി നശിപ്പിക്കുന്നത് കൊണ്ട് പന്നിയെ പിടിക്കാൻ ഇറങ്ങുന്ന മനുഷ്യരുണ്ട്. എന്നാൽ കെണിവെച്ച് പന്നിയെ പിടിച്ച് സ്ഥിരമായി മാംസവിൽപ്പന നടത്തുന്നവരുമുണ്ട്. അത്തരക്കാരുടെ നിയമവിരുദ്ധ കെണിയിലാണ് പാവം മനുഷ്യരുടെ ജീവനറ്റു പോകുന്നത്. വന്യമൃഗശല്യത്തിന് പരിഹാരം കാണേണ്ടത് സർക്കാരിൻ്റെ ഉത്തരവാദിത്വം തന്നെയാണ്. പക്ഷേ വന്യമൃഗശല്യത്തെ അവസരമാക്കി കെണിവെക്കുന്ന മനുഷ്യരും നമുക്ക് ചുറ്റുമുണ്ട്. അവര് മൃഗങ്ങളെ കൊന്ന് അതൊരു ബിസിനസ്സാക്കി മാറ്റുന്നു. അത്തരക്കാരെയും സർക്കാർ തന്നെ പൂട്ടണം. ക്യാമറമാൻ വേണുവിനൊപ്പം ഇംതിയാസ് കരീം, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.